അപ്പം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ശീലം ഞാൻ പറഞ്ഞുതരാം. ഞാനും നിങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ശീലം, അഭേദ്യമായൊരു കോണ്ടാക്റ്റ് ആരോട് ഉണ്ടാക്കിയെടുക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാക്കിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ പേര് കേട്ടാൽ അറിയാൻ പറ്റണം. എത്ര ഉമ്മത്തിങ്ങളുണ്ട് അവിടെ. അങ്ങനെ പേര് കേട്ടാൽ റസൂലുള്ളാഹിക്ക് അറിയാൻ കഴിയുമല്ലോ. എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എങ്ങനെ? അതാണ് നമ്മുടെ പോയിന്റ്. നമ്മുടെ കൽബ് ആരുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണം. അത് കണക്റ്റഡ് ആവാനുള്ള വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കുക. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ഇല്ല എന്നുള്ളത്. എന്താണ് ഈ സ്വലാത്ത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഖുർആൻ ആയത്താണ്. ആയത്തിറങ്ങിയ മാസമാണ് ഇത്, ശഅബാൻ മാസം. ഈ മാസത്തിലാണ് ആയത്തിറങ്ങിയത്. എൻ്റെ അർത്ഥം ചിന്തിച്ചു നോക്കി. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. ആ സ്വലാത്ത് എങ്ങനെയെന്ന് ചിന്തിക്കൽ നമ്മുടെ പണിയല്ല കേട്ടോ. അള്ളാഹ് അങ്ങനെ തസ്ബീഹിലിരുന്ന് ഇങ്ങനെ ചൊല്ലുകയാണ്, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. സ്വലാത്ത് എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അർത്ഥമാണോ നമ്മുടെ അർത്ഥം ഒന്നും ആവണം എന്നൊന്നുമില്ല. അള്ളാഹിനോട് യോജിച്ച രൂപത്തിലുള്ള സ്വലാത്തായിരിക്കും, നമുക്ക് നമ്മളോട് യോജിച്ച രൂപത്തിലുള്ള സ്വലാത്തായിരിക്കും എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ അള്ളാഹും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ എന്ത് ചൊല്ലുന്നു? സ്വലാത്ത് ചൊല്ലുന്നു. നിങ്ങൾ ഇതുപോലെ വേറെ ഏതെങ്കിലും വാചകം കേട്ടുകൂടോ? അള്ളാഹും അവൻ്റെ മലക്കുകളും നിസ്കരിക്കുന്നു, അള്ളാഹും അവൻ്റെ മലക്കുകളും ഉംറ ചെയ്യുന്നു, ഹജ്ജ് ചെയ്യുന്നു കേട്ടുക്കണോ? അപ്പോൾ അള്ളാഹും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നത് കൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഓ മുത്തുമണികളായ സത്യവിശ്വാസികളെ, ബാക്കി പറയും. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു തആലക്ക് ഡയറക്റ്റ് പറഞ്ഞാൽ മതി. എന്ത്? നിങ്ങൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. ഞാനും മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം. അപ്പം അതങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടാ, ഈ സ്വലാത്തിൻ്റെ പോരിശ് എത്രയേ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹും അവൻ്റെ മലക്കുകൾ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായത് അളീമായ ഭയങ്കര ഒരു സംഭവം എന്ന് മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങളും ചെയ്യുക, അത് നിങ്ങളും ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിലൊരുപാട് കാര്യം മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹും അവൻ്റെ മലക്കുകളും ചെയ്യുന്ന ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയും. അത് ഏത് മാത്രമാണ്? സ്വലാത്ത് മാത്രമാണ്. ആ സ്വലാത്ത് തന്നെ 1,24,000 വരുന്ന നബിമാരുണ്ടായിട്ട് ആ നബിമാർക്കൊന്നും അല്ലാഹു തആല ഇത്തരത്തിലുള്ളൊരു ഓഫർ കൊടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അത് കൊടുക്കുന്നു എന്നതുകൊണ്ടുള്ള അർത്ഥം തന്നെ എന്താണ്? ഈ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രക്കും എന്തായത് കൊണ്ടാണ്, ബന്ധിപ്പിച്ചത് കൊണ്ടാണ്. സ്വലാത്ത് ഇല്ലെന്ന മനുഷ്യനൊക്കെ അല്ലാഹു തആല എന്തെല്ലാം ഓഫറാണ് കൊടുത്തത്. അത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിഷയം ഇങ്ങനെ പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് മുഖത്ത് ഇന്നേ വരെ കാണാത്ത രൂപത്തിലുള്ളൊരു പ്രകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത്. അപ്പം ചോദിക്കുകയാണ്, അല്ല എന്താണ് അങ്ങയുടെ മുഖത്ത് ഇത്രക്ക് സന്തോഷം? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ എന്തിനു സന്തോഷിക്കാതിരിക്കണം? അല്പം മുമ്പാണ് ജിബ്രീൽ മടങ്ങിപ്പോയത്. ജിബ്രീൽ വന്നിട്ട് അലൈഹിസ്സലാം അല്പം മുമ്പാണ് എന്ത് ചെയ്തത്? മടങ്ങിപ്പോയത്. എന്നിട്ടോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിനക്കൊരു സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. ആ വാർത്തയുടെ ഹാങ് ഓവറിലാണ് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്താ വാർത്ത? ഇന്നല്ലാഹ തബാറക വ തആല യുശ്രികു അൻ ലൈസ അഹദും മിൻ അഹ്ലി ദീനിക യുസല്ലി അലൈക സ്വലാത്തൻ ഇല്ലാ സ്വല്ലല്ലാഹു അസ്സ വജൽ വ മലായികതു അലൈഹി ബിഅശറ. അതായത് നിങ്ങളുടെ മതത്തിൽപ്പെട്ട മുസ്ലിമായ ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹും അവൻ്റെ മലക്കുകളും അവൻ്റെ മേൽ 10 സ്വലാത്തുകൾ ചൊല്ലുന്നതാണ് എന്ന സന്തോഷ വാർത്ത എനിക്കിപ്പോൾ ജിബ്രീൽ വന്ന് പറഞ്ഞു. നിങ്ങളുടെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹും അവൻ്റെ മലക്കുകളും 10 സ്വലാത്ത് അയാളുടെ പേരിൽ ചൊല്ലി കൊടുക്കുന്നതാണ് എന്ന സന്തോഷ വാർത്ത എനിക്ക് തന്നു. പിന്നെ എങ്ങനെയാ സന്തോഷിക്കാതിരിക്കും?
എൻ്റെ ഉമ്മത്തിങ്ങൾ കിട്ടുന്ന ഭാഗ്യമല്ലേ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പം നിങ്ങളാലോചിക്കും, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഗുണങ്ങൾ അയാൾക്ക് ലഭിക്കുന്നു. ആ 10 ഗുണങ്ങൾ തന്നെ ഏതെങ്കിലും 10 ഗുണങ്ങളല്ല, അള്ളാഹുവും അവൻ്റെ മലക്കുകളും ആ മനുഷ്യന് ഗുണം ചെയ്യാണ്. അള്ളാഹു താല മനുഷ്യന് അയാളുടെ പേരിൽ അള്ളാഹു താല 10 സ്വലാത്ത് ചൊല്ലുന്നു എന്നതിൻ്റെ അർത്ഥം അയാളുടെ പേരിൽ 10 ഗുണങ്ങൾ അള്ളാഹു താല എഴുതി വെക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ വുളൂഇന് ശേഷമുള്ള ദുആ സ്ഥിരമാക്കി ഒരാൾക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും എന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അയാൾ 8 കവാടത്തിൽ ഇങ്ങനെ പോയി ഇറങ്ങി കളിക്കാന്നല്ല, 8 കവാടത്തിൽ ഏതൊക്കെ ആൾക്ക് കയറി പോവാ, അതാണ് ആ പറയുന്ന അർത്ഥം. ഇതുപോലെ ഒരു സ്വലാത്ത്, ഒറ്റ സ്വലാത്ത് ഇല്ലാൽ 10 ഗുണം. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളൊരു ദിവസം നമ്മൾ കുറച്ച് സ്വലാത്തിനെ ചൊല്ലി എത്ര ഗുണ. ഈ സ്വലാത്തുകൾ ഒരെണ്ണത്തിൻ്റെ അപ്പുറം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാലോ, ഏത് രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലാലോ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എന്ത് വിഷയം ചെയ്യുമ്പോഴും ഖുശൂ വേണം. എന്താ ഖുശൂ പറഞ്ഞാൽ? ആത്മാർത്ഥത വേണം. നിസ്കാരത്തിൽ വേണ്ടേ, നോമ്പിന് വേണ്ടേ, സ്വതക്ക ചെയ്യുമ്പോൾ വേണ്ടേ, ഹജ്ജിന് വേണ്ടേ, ഉംറക്ക് വേണ്ടേ. ഒരു കാര്യത്തിന് മാത്രമേ നിർബന്ധമല്ല. ഏത് കാര്യത്തിനാ? സ്വലാത്തിന്. ഇതിലുണ്ടല്ലോ, മഹാത്മാക്കൾ ഉദ്ധരിക്കുന്നുണ്ട്. അബുൽ മവാഹിബ് ഷാദുൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർശിച്ചു. അതായത് മഹാനവറുകൾ സ്വപ്നത്തിൽ കണ്ടതായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ആ സമയത്ത് ചോദിച്ചു, അങ്ങയുടെ പേരിൽ ഒരു സ്വലാത്ത് ഇല്ലാൽ അള്ളാഹു 10 സ്വലാത്ത് ചെയ്യുമെന്ന് പറഞ്ഞത് ശരിയാണോ? ശരിയാണ്, അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ചോദിച്ചു, അത് ഹൃദയ സാന്നിധ്യത്തോടു കൂടി തന്നെ ചൊല്ലണം എന്നുണ്ടോ? അതായത് മനസ്സറിഞ്ഞ് നമ്മളിങ്ങനെ ഖുശൂഅോടുകൂടെ തന്നെ ചൊല്ലണം എന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അല്ല, അതിനങ്ങനെ കണ്ടീഷനൊന്നുമില്ല. ഹൃദയ സാന്നിധ്യത്തോടു കൂടെ തന്നെ ചൊല്ലണം എന്ന കണ്ടീഷനൊന്നും ഇല്ല. എങ്ങനെയും ചൊല്ലാം. അയാൾക്ക് അതിന് സ്വലാത്തിൻ്റെ ബഹുമാനത്തെ കാത്തു സൂക്ഷിക്കുന്ന ഏതവസ്ഥയിലും അത് ചൊല്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വലാത്ത് എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ഒന്നാണ്. ഈ ബാത്റൂം അങ്ങനത്തെ നീചമായ അവസ്ഥകളൊക്കെ വിട്ടിട്ട് ബാക്കി എല്ലാ സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത്? സ്വലാത്ത് എന്ന് പറയുന്ന ഒന്ന്.